എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ FIUGP 2ാം സെമസ്റ്റർ രജിസ്ട്രേഷൻ ആരംഭിച്ചു എന്ന്. എനിക്ക് ഇൻഡിവിജ്വലായിട്ട് കുറച്ച് കമൻറ്റുകൾ വാട്സപ്പിൽ വന്നാണ്. സാർ, രജിസ്ട്രേഷൻ ആരംഭിച്ചു എന്ന് പറഞ്ഞു, സർക്കുലറിലും അങ്ങനെ ഒരു വാർത്ത കണ്ടു. സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ആൻഡ് കോഴ്സ് സെലക്ഷൻ 7/2/2025 മുതൽ, അതായത് മിനിയാന്ന് മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു എന്ന്. ഇതുവരെയും ലിങ്ക് ലഭ്യമായിട്ടില്ല. അതെന്താണ് സാർ അങ്ങനെ? യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡേറ്റ് 7 എന്നാണ്. ഇന്ന് ഇന്ന് 9-ാം തീയതിയായി. എന്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ ലിങ്ക് കിട്ടാത്തതെന്ന്? രജിസ്ട്രേഷൻ ലിങ്ക് അവിടെ കാണുന്നില്ല. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? എന്തുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ FIUGP 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷനും കോഴ്സ് സെലക്ഷനും മിനിയാന്ന് മുതൽ 7-ാം തീയതി മുതൽ സർവകലാശാല വെബ്സൈറ്റ് വഴി ആരംഭിച്ചതാണ്. കെയറീപ്പിൻ്റെ ലോഗിൻ വഴിയാണ്. കണ്ണൂർ.കെയറീപ്പ്.co.in കണ്ണൂർ.കെയറീപ്പ്.co.in എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയിട്ടാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ പല വിദ്യാർത്ഥികളും പറഞ്ഞൊരു പ്രശ്നം തന്നെയാണ്, രജിസ്ട്രേഷൻ ലിങ്ക് കാണുന്നില്ല. എന്താണ് ഈ ലിങ്ക് കാണാത്തതിനുള്ള പ്രശ്നം? അപ്പോൾ ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും ഉപാധി ഉണ്ടോ? എന്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തത്? നമുക്ക് പരിശോധിക്കാം. അത് നമ്മൾ നോക്കുമ്പോൾ രജിസ്ട്രേഷൻ ലിങ്ക് കാണാത്തതിന് കാരണം ഇതാണ്. നിങ്ങൾ നോക്കുമ്പോൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന ലിങ്ക് നിങ്ങൾക്ക് 7-ാം തീയതി തൊട്ട് അവൈലബിൾ ആകുമെന്നാണ് സർവകലാശാല പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് മുമ്പ് നിങ്ങൾ നോക്കുമ്പോൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷന് മുമ്പ് എന്തുണ്ട്? കോളേജ് ലെവൽ വെരിഫിക്കേഷൻ ഉണ്ട്. കോളേജ് ലെവൽ വെരിഫിക്കേഷൻ 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെയായിരുന്നു കോളേജ് ലെവൽ വെരിഫിക്കേഷൻ. അപ്പോൾ സർവകലാശാല അറിയിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സർക്കുലർ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോളേജ് ലെവൽ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. കോളേജ് തങ്ങളുടെ വെരിഫിക്കേഷൻ പ്രൊസീജിയറുകളെല്ലാം പൂർത്തീകരിച്ചാൽ മാത്രമാണ് വിദ്യാർത്ഥിക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ ലിങ്ക് അവിടെ കാണാൻ സാധിക്കാത്തതെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. നിങ്ങളുടെ കോളേജ് ലെവൽ വെരിഫിക്കേഷൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കോളേജ് ലെവൽ വെരിഫിക്കേഷൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കാത്തത്? നിങ്ങളുടെ രജിസ്ട്രേഷൻ ലിങ്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ നിങ്ങൾ കാണുന്ന ഒരു കാര്യം തന്നെ 3 to 7 വരെ കോളേജ് രജിസ്ട്രേഷൻ, 7 to 13 വരെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ആൻഡ് കോഴ്സ് സെലക്ഷൻ. അങ്ങനെയാണ് നിങ്ങൾക്ക് FIUGPയുടെ 2ാം സെമിസ്റ്ററുമായി ബന്ധപ്പെട്ട് പരീക്ഷാ കൺട്രോളർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ കോളേജ് ലെവൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യാത്തത്? സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ അവിടെ കാണാത്തത്. അപ്പോൾ സാർ, 7-ാം തീയതി കംപ്ലീറ്റ് ആക്കണമെന്നായിരുന്നല്ലോ യൂണിവേഴ്സിറ്റിയുടെ ഓർഡർ. ഇതുവരെയും സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. കോളേജ് ലെവൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. പിന്നെ സാർ, അതുമാത്രമല്ല 13-ാം തീയതി വരെയാണ് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഉള്ളത്. അപ്പോൾ ഇനി എന്താണ് ചെയ്യുക എന്നുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ HODമാരെ വിവരം അറിയിക്കുക. ഇതുവരെയും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിവരം HODമാരെ അറിയിക്കുക. അവർ കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ഗൗരവത്തിൽ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോളേജിനെ വിവരം അറിയിക്കുക. കോളേജ് വലിയ കാര്യമായിട്ട് ഗൗരവം എടുക്കുന്നില്ലെങ്കിൽ 04972715 04972715 എന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് FIUGPയുടെ സെക്ഷനാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വിളിച്ച് നിങ്ങളുടെ വിഷയം നിങ്ങൾക്ക് അവതരിപ്പിക്കാം. വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ കോളേജിൽ ഈ വിവരം അറിയിക്കുക. എനിക്ക് രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആയിട്ടില്ല. യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡേറ്റ് എന്താണ്? ഫെബ്രുവരി മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ്. ഇന്ന് ഫെബ്രുവരി മാസം 9-ാം തീയതിയായി. ഇതുവരെ എനിക്ക് രജിസ്ട്രേഷൻ ലിങ്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കോളേജിൽ നിങ്ങൾ ആദ്യം വിവരം അറിയിക്കുക. കോളേജുകാർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ പറഞ്ഞിട്ടും
കോളേജുകാർ അതിന് വലിയ രീതിയിലുള്ള ഗവനിക്കുന്നില്ലെങ്കിൽ, കോളേജ് ആ വിഷയത്തെ ഗവനിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ 04972715 04972715 എന്ന നമ്പറിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയോട് തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഇഷ്യൂ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് യൂണിവേഴ്സിറ്റിയോട് തന്നെ ഡയറക്റ്റായിട്ട് പറയാൻ സാധിക്കും. കോളേജ് ലെവൽ എന്താണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് ലെവൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകാത്തതുകൊണ്ടാണ്. കോളേജ് ലെവൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കോളേജിൽ വിഷയം അവതരിപ്പിക്കുക, നിങ്ങൾക്ക് പരിഹരിച്ചു തരുന്നതായിരിക്കും. ഇനി കോളേജ് വിഷയം ഗവനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയോട് തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഇഷ്യൂ പറയാനുള്ള നമ്പർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് വിദ്യാർത്ഥികൾ ചോദിച്ച വിധത്തിലുള്ള മറുപടിയായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിയ, the founder of Career for Truck, the career guide. Thanks for watching. Bye.